ഹലോ, ജിമ്മിന് പോണ്ടേടേ. എണീക്ക് എണീക്ക് എണീക്ക്. ആ ആ പോവാം. പെട്ടെന്ന് ഇറങ്ങ്, ഞാൻ ഇപ്പം ഇറങ്ങും. ഉറങ്ങിയാടാ നീ? അല്ലെങ്കിൽ നാളെ പോവാ. എടാ നീ എണീറ്റാ? പോവാം, വാ ജിമ്മിന്. അളിയ ഇന്ന് സുഖത്തിൽ ഉറങ്ങട്ടാ, നാളെ പോവാ. ഭാഗ്യം. അയ്യോ അയ്യോ, ലെഗ് ഡേ സ്കിപ്പ് ചെയ്യായിരുന്നു. കാലിന്റെ ദിവസമാണെന്ന് തോന്നുന്നു. അളിയ കേറിയപ്പോ തന്നെ കരിങ്കാളിയാണല്ലാടേ. ചേട്ടാ 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 ഫീസ് എടു, ഫീസ് എടു. ചേട്ടാ, ന്യൂ അഡ്മിഷൻ ആണ്, ലോലു വാസു. അഡ്മിഷൻ ഫീസ് എടു. സുരേഷ് ഏട്ടാ, എന്റെ മസിൽ എങ്ങനെയുണ്ട്? മോനെ, ഇവിടെ ഡമ്പലൊന്നും കാണാനില്ലല്ലോ. ഇത് ഞാനൊന്ന് എടുക്കട്ടാ? എന്താന്ന് വെച്ചാ എടുത്തോ, ഇതെന്റെ വക. എന്നാ ഞാൻ ഇതങ്ങ് എടുക്കുവാ. ഫീസ് ഇന്നും കൊണ്ടുവന്നില്ലേ? നാളെയും കൊണ്ടുവന്നില്ലെങ്കിൽ പുതപ്പിക്കും ഞാൻ. പറഞ്ഞവർ മറന്നാലും കേട്ടവർ മറക്കില്ല. ശുഭദിനം. നിങ്ങൾക്ക് ഒരാഴ്ച ഗ്രൗണ്ടാണ്. ആക്ച്വലി നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ മസിൽ വരും? എന്നാ പറ, എത്ര ദിവസത്തിനുള്ളിൽ വേണം? ഒരു 2 ആഴ്ച. എങ്കിൽ ആ വഴി തന്നെ വിട്ടോ, വീട്ടിലോട്ട്. ഫീസിന്റെ കാര്യം എന്തായി? എടോ, ഈ ജിമ്മിൽ ആരെങ്കിലും പൈസ തരുമോ? എന്ത് വൃത്തിയായിട്ട ജിമ്മാണിത്. ഞാൻ നിർത്തി പോവാ. JK, just kidding. എടാ, നീ എന്താടാ കാണിക്കുന്നത്? കണ്ടൂടെ, പുള്ളപ്പ്. എടാ, ഇങ്ങനൊന്നും അല്ലടാ ചെയ്യാൻ. ഇത് തന്നെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന, നിങ്ങളൊന്ന് പോയേ. എടാ, ഞാൻ ഇവിടുത്തെ സീനിയേഴ്സ് ആണ്, ഞാൻ പറഞ്ഞേക്ക്. ഫീസ് എവിടെ? എന്നാ 2 വർഷത്തെ ഫീസ്. എല്ലാരും ഞാൻ മണ്ടെന്ന് വിചാരിച്ചു. ഞാൻ മണ്ടനല്ലെന്ന് മാറ്റി. അതിന്റെ തെളിവാണിത്. ചേട്ടാ, നമ്മളൊന്ന് ഡമ്പൽ എടുത്ത് നോക്കട്ടെ. പോയി ഗ്രൗണ്ട് ചെയ്യടാ. മോന്റെ പേരെന്താ? പ്രഭു. എന്താ? പ്രഭു. എടാ, ഇങ്ങേരൊന്നും നമുക്ക് ഡമ്പൽ തരാൻ പോണില്ല. നമുക്ക് അങ്ങേരി കാണാതെ എടുത്ത് കളിക്കാം. ഞാൻ നിന്റെ പ്രായത്തിലൊക്കെ മിസ്റ്റർ കേരളയായിരുന്നു. മിസ്റ്റർ കേരള. എടാ, എന്താടാ കാണിക്കണ നീ? ശശി എന്ന് പറയുന്ന ഒരാളാണ് ആദ്യം ഇവിടെ താമസിച്ചത്. അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതിനുശേഷം ഈ വീട് വാടകയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലെത്തിയ. വീടൊക്കെ കൊള്ളാം. ഇന്നാ തുറക്കാനുള്ള താക്കോൽ. അതെന്താ, തുറക്കാൻ മാത്രമേ പറ്റൂ, പൂട്ടാൻ പറ്റൂലേ? എന്താ എന്റെ പൊന്നു, ഈ റൂം കൊള്ളാം. ആഹാ, പ്രകൃതി രമണീയം. ആഹാ, ബാത്റൂം കൊള്ളാം, ഷവറുണ്ട്. ആരുടെ ഇത്? ഇവിടെ താമസിച്ച് മരിച്ചു ശശിയാണല്ലേ. എന്തൊക്കെയാണ് ഈ കൊച്ചു ഉറക്കം പറഞ്ഞു. കിളവന്റെ മോന്ത. ഇതൊക്കെ എടുത്ത് മാറ്റണേ നല്ലത്. പച്ച സ്വിച്ച. വാവ്, എന്തുവാ ഇത്? അണ്ടർഗ്രൗണ്ടാ. ഓ,
തള്ള റോബോട്ട് കിളവനാള് ഡബിള് പുലിയാണല്ല. I love Sana. ഇത് സംസാരിക്കോ? ഹലോ, സംസാരിക്ക്. ഹലോ ഡേയ് റോബോട്ടേ, സെത്തിട്ടാണ്ടാ? എന്താ അവിടെ ഒരു സൗണ്ട് കേട്ടെ? എന്താണിത്? ഇപ്പൊ നല്ല സുഖമുണ്ട്. ഇതാന്ന് തോന്നുന്നു. റോള് ശശി എന്ന് വിളിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. പറഞ്ഞ ആഗ്രഹം നടക്കുമോ? ശശി ഐഫോൺ താ. ശശി ഒരു ഐഫോൺ. ശശി ഒരു ഐഫോൺ. അയ്യേ, ഇതൊന്നും നടക്കാൻ പോണില്ല. ഇതൊക്കെ വിശ്വസിച്ച് ഞാൻ മണ്ടനാ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ, ചിലപ്പോ കിട്ടിയാലാ ബിരിയാണി. ശശിയേ ഒരു ബിരിയാണി ഇതാ. It's working. It's not a quality machine. ശശിയേ അൽഫാമും മയോണൈസും. ശശിയേ ഒരു കൊക്കക്കോള. ശശിയേ കുറയല്ല, കുറച്ച് ഗോൾഡ്. അത്യാഗ്രഹം വേണ്ട, പയ്യെ തിന്ന പനയും തിന്ന. ശശിയേ എന്നെ പോലെയുള്ള ഒരു ലോലു. Sorry, you reacted against the machine. അപ്പൊ അതൊന്നും പറ്റൂലല്ലേ? നാളത്തോട്ട് സ്കൂളിൽ ഞാൻ ഒരു പോളി പൊളിക്കും. പണവും സമ്പാദ്യവും ഇനി എന്തിനാ? ശശിയുണ്ടല്ലോ മിഷൻ, ശശിയുണ്ടല്ലോ. ഗോൾഡ് എവിടെ? അച്ഛനമ്മ എല്ലാം കൊണ്ടുപോയി കാണോ? കൊണ്ടുപോയാന്ത്, എനിക്ക് ശശിയുണ്ടല്ല. ആദ്യം സ്കൂള് ഭരിക്കും, പിന്നെ ഞാൻ ലോകം ഭരിക്കും. അപ്പൊ തുടങ്ങല്ലേ? ശശിയേ സൂപ്പർമാന്റെ പവേഴ്സ് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം എന്താ? Sorry, you reacted against the machine. പുല്ല്. എന്തായാലും ഇന്ന് സ്കൂളിൽ പോയിട്ട് അടിച്ചു പൊളിക്കണം. ശശിയേ ഒരു സൂപ്പർ ബൈക്കിങ് താ. പുല്ല്. ഇതെന്ത് ചെറുത്? ശശിയേ ഇതല്ല ഓട്ടിക്കാൻ പറ്റുന്ന സൂപ്പർ ബൈക്ക്. എടാ മോനെ, ശശിയേ 2 കോടി വിലയുള്ള പാന്റും 3 കോടി വിലയുള്ള ഷർട്ടും പിന്നെ ഏറ്റവും കൂടിയ സാമ്പ ഷൂവും. ഏത് വൈബ്? അംബാനി വൈബ്. അയ്യോ എന്തൊരു സ്പീഡ്! കിട്ടുമ്പോ പഠിക്കും ഇവനൊക്കെ. അൺബിലീവബിൾ അളിയോ, എന്നാലും ഇതെങ്ങനെ സാധിച്ചല്ലോ? അതൊക്കെ ഉണ്ട്, അതൊക്കെ ചിലപ്പോ നിങ്ങളടുത്ത് പറഞ്ഞ മനസ്സിലാവില്ലായിരിക്കും. അളിയെ എനിക്ക് കൂടെ ഒന്ന് പഠിപ്പിച്ചോളിയോ? ഇന്നലെ വരൊക്കെ നിനക്ക് പട്ടിശ്വായിരുന്നില്ല. ദിസ് ഈസ് ഇന്ത്യ. ഇവിടെ പണം കൊടുത്താൽ എന്തും കിട്ടും. എന്നാൽ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് 4 ആൾ അറിയണം. നീയൊക്കെ എൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ച? ഷർട്ട് 2 കോടി, പാൻറ് 1 കോടി. GSTയുടെ ഓരോ കളികളെ. ഏത് വൈബ്? അംബാനി വൈബ്. ഒരു സർപ്രൈസ് ഉണ്ട്, അസംബ്ലിയിലോട്ട് വാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ സ്കൂളിന് വേണ്ടി 20 ലക്ഷം രൂപ ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ് +2-ലെ ലോലു. ഓറ കേറുന്നു. ഐ ക്യാൻ ബിലീവ്. എല്ലാവരും ഒന്ന് കൈയടി. എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അയ്യോ. 2 വാക്ക് സംസാരിക്കാനായി അവനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
നമസ്കാരം. എന്റെ ബിസിനസ്സിലെ ആദ്യത്തെ സാലറി ഈ പുരോഗമനമില്ലാത്ത സ്കൂളിന് വേണ്ടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ എന്റെ സപ്പോർട്ടുകൾ ഈ സ്കൂളിന് വേണ്ടി ഇട്ടുതരും. വെൽക്കം ടു ശശി മിഷൻ. ഇതിൽ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നടന്നു തരും. എന്നാൽ അത് വെറും 3 മണിക്കൂർ മാത്രമേ നിലനിൽക്കൂ. കൂടുതൽ റൂൾസ് അറിയാൻ വേണ്ടി ശശി മിഷന്റെ റൂൾ ബുക്ക് വായിക്കുക. അളിയ ഒറ്റ മൈൻഡ്. യാത്രയല്ലേ, എവിടെങ്കിലും ഒന്ന് പോയാല. എവിടാ? എവിടെങ്കിലും. എടാ പകല് പോയാ പോരാടാ. 9 മണി കിടന്നുറങ്ങ്. അവരൊന്ന് കാണണ്ട്, ഇറങ്ങി വാങ്ങോട്ട്. അളേ വൈബ് തന്നെയല്ലേ ഇവിടെ ഇരിക്കേ. അളിയനെ തടിയന്റെ വീട്ടിൽ വിളിച്ചപ്പോഴേ 9 മണിക്ക് കിടന്ന് ഉറങ്ങാൻ പറയണ്ടാവുന്ന. എങ്ങനെയാ അവനൊക്കെ ജീവിക്കണേ? പോടാ. എടാ പോസ്റ്റ് അടിക്കണ വല്ല പ്ലാൻ പറ. എടേ നമ്മക്കൊണ്ടല്ല മോഷണം തുടങ്ങിയാല. ഡേയ് നിന്റെ തന്തയല്ല കേട്ടാ, നമ്മുടെ തന്ത. ഞാൻ ചുമ്മാ അറിഞ്ഞതടാ, നിങ്ങളൊക്കെ വിശ്വസിച്ച. എനിക്കൊരു ഐഡിയ ഉണ്ട്. പേടിയില്ലാത്തവർ മാത്രം വന്നാ മതി. ബ്രിട്ടീഷ് ബംഗ്ലാ. ഹെൽമെറ്റ് പോണേ, ബൈക്കൊന്നും തൊലച്ചളയല്ലേ. ജാടയാണ് ബ്രോ. ഇത് കണ്ടിട്ട് വലിയ പേടിയോ? കണ്ടിട്ട് പേടിയാവണം. പേടിയില്ലാത്ത പോലെ അഭിനയിക്കാം. നൈസിൽ അമ്മയെ മിസ് കോൾ അടിക്കാം. തിരിച്ചു വിളിച്ചാൽ ആ പേരും പറഞ്ഞ് മുങ്ങാം. ചാർജില്ല. ഐ ആം ട്രാപ്ഡ്. ഇവറ്റകൾക്ക് പേടിയൊന്നുമില്ല. മര്യാദക്ക് അച്ഛൻ പറഞ്ഞ പോലെ ഉറങ്ങിയാ മതിയായിരുന്നു. ഡേയ് നിനക്ക് പേടിയാണെങ്കിൽ പറയട്ടാ, തിരിച്ചു വാ. നമ്മൾ ആരടുത്തും പറയാനൊന്നും പോണില്ല. നമുക്ക് കേറിയിട്ട് തന്നെ പോവാ. അളിയാ തുറക്ക് നീ. അത് നീ തുറക്കോളിയോ? നീ തുറക്ക്. വരൂ വരൂ വരൂ. ന്യൂ അഡ്മിഷൻ ആണല്ലേ? അഡ്മിഷനാ? അളിയാ നമുക്ക് ബിൽഡിംഗ് മാറി. സോറി ചേട്ടാ, നിങ്ങൾക്ക് ആള് മാറിപ്പോയി, നമുക്കും ആള് മാറിപ്പോയി. ഇത് തന്നെയാണ് ബ്രിട്ടീഷ് ബംഗ്ലാവ്. നിങ്ങളെ കേറി വാ. കുഴപ്പമില്ല ചേട്ടാ, നമ്മൾ പോയിക്കോളാം. മഴയല്ലേ, അകത്തോട്ട് കേറി വാ. എന്നാലും ആള് താമസം ഒന്നും ഒട്ടും ഇവിടെ. മക്കളെ നിങ്ങളെ ഡോർ അടയ്ക്കണ്ട കേട്ടാ, ഞാൻ അടയ്ക്കാം. അടച്ച്. ഓഹോ കോഇൻസിഡൻസ്. കാറ്റ് വന്ന് ഡോർ അടച്ച്. കോഇൻസിഡൻസാ? നമ്മള് ഗോസ്റ്റാടാ. കളിക്കല്ലേ. പ്രൂഫല്ല നിനക്ക് വേണ്ടത്. എന്നാ ലോലു നീ എണീറ്റാ? ഇവിടെ വന്ന് ഇരി. അടച്ച് കേറി വാ. എന്താ നീ എന്താടാ അവിടെ ഇരിക്കണേ? ഇറങ്ങി ഓർഡർ. അവര് പ്രേതാടാ. എടാ പ്രേതങ്ങളൊക്കെ തന്നെ, പക്ഷെ ഇവർ നമ്മളെ വൈബാടാ. പൊളിയാടാ, സെറ്റാടാ. വാടാ
വീട്ടിൽ പോടാ, ഇതൊക്കെ പ്രാങ്കാണോടാ, എനിക്കൊന്ന് കാണാൻ വയ്യടാ. പ്രാങ്കോ? എന്നാ ഇത് കണ്ടോ? കണ്ടടാ? ഇവരെ പ്രാതങ്ങൾ തന്നെയാണാ. എന്തിനാണ് എന്റെ ഫ്രണ്ട്സുകളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് വണ്ടികളെ? അപ്പൊ നിങ്ങളൊന്നും നമ്മളെ ഒന്നും ചെയ്യൂല? ഇല്ലടാ, നമ്മളൊക്കെ ഇപ്പൊ ഒരു ടീമല്ലേ. നിനക്ക് ഞാൻ നമ്മളെ പരിചയപ്പെടുത്തി തരാം. എന്റെ പേര് കുട്ടമ്പിള്ള. ഞാൻ മരിച്ചത് ചക്ക തലയിൽ വീണ്. ഞാൻ വരുൺ, എന്നെ തലക്കടിച്ചു കൊന്നതാ. കഴപ്പ് കാണിച്ചോണ്ട്. ഞാൻ സുബ്രഹ്മണ്യൻ, കിണറ്റില് വീണ് മരിച്ചു. ഞാൻ നീലി, സിനിമയിൽ കണ്ടു കാണുമല്ല. अरे भाई, मैं काम करते समय गिर गया और मर गया. എന്ത് ചെയ്യാനാ? ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ എന്താ പറയണേന്ന്. 10-15 കൊല്ലായി. നിങ്ങളെ കോമഡി എന്നല്ലേ? ഇനി നിങ്ങളുടെ വീട് ഇതാണ്. നമ്മള് പിന്നെ ഇടക്കിടക്കൊക്കെ വരാം. എന്താ ഇവിടെ ഒരു ബഹളം? ഇവരൊക്കെ പുതിയതാണോ? ഇപ്പോ പരിചയപ്പെട്ടേ ഉള്ളൂ. ഇതെന്തോന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്? ചേട്ടാ, എന്നാ നമ്മൾ അങ്ങോട്ട് പോട്ടാ, സമയായി. അപ്പോ നിങ്ങളെ ഉമ്മാലടുത്തൊന്നും പറഞ്ഞില്ല? ഞാൻ തന്നെ പറയാം. നിങ്ങൾ ബൈക്കിലല്ലേ വന്നേ? വർണ്ണ വഴിയില് നിങ്ങളെല്ലാം മരിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ നമ്മളെ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും നോട്ടഡ്, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ എഴുത്. Planning is a basic marginal function and the process of deciding advance what to do, how to do, when to do. എന്താ നീ എഴുതണില്ലേ? പേന കളഞ്ഞുപോയി. എന്നാ കഴിവുള്ളവർ മാത്രം എഴുതിയാൽ. Every organization has to fulfill certain. Every organization. ഇനി ഞാൻ കറക്റ്റായിട്ട് എഴുതും, പഠിക്കും, ജോലി വാങ്ങണം. Planning is the basic function of management. എഴുതിയല്ല എല്ലാവരും. All other management functions are performed. എഴുതിയ with the framework of plans our drawings also. എഴുതിയല്ല സാർ. മാനേജ്മെന്റ് ഒന്നുകൂടി എവിടെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് നീ? Objectives every plan must contribute towards. കറണ്ട് പോയി. മിണ്ടാറോ. അളിയോ, ഇങ്ങനെ നടന്നാ പറ്റൂല കേട്ടോ. കൊടയെടുത്തില്ല. ബാഗേ എടുക്കാറില്ല, പിന്നെയാണ് പൂപ്പിക്കൂട. എടാ അതല്ലടാ, നമുക്ക് ജോലിയൊക്കെ സെറ്റാക്കി പൈസ ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് ക്ലാസ്സിൽ നിന്ന് ആലോചിച്ചേ ഉള്ളൂ. അടിയ, ആദ്യം നീ പൈസ ഉണ്ടാക്കി ഒരു ഫോൺ എടു. ഒരു കീപാഡും ഉണ്ട്, അവനും ഉണ്ട്. ഹലോ മക്കളെ, 50 രൂപക്ക് മീൻ വാങ്ങിച്ചോണ്ട് പറഞ്ഞേ. അമ്മ, എനിക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങണം.
അളിയ നാളെ മഴയാണെങ്കിൽ ഞാൻ ഇല്ല കേട്ടോ സ്കൂളില്. ആളെയില്ലെങ്കിൽ പിന്നെ ഞാൻ കാണുള്ളൂ, ഞാനും ഇല്ല. എങ്കിൽ ഞാനും ഇല്ല. മക്കളെ എന്തെങ്കിലും ഒന്ന് വാങ്ങടാ, കുറെ ദിവസമായി ബിസ്ക്കറ്റൊക്കെ പൊടി പിടിച്ചടങ്ങും. ഒന്ന് മൈൻഡ് ആക്കടാ. അമ്മച്ചി 3 സിപ്പപ്പ് 2ന്റെ. എനിക്ക് വേണ്ട, ഞാൻ ഷുഗർ കട്ടാണ്. 1 സിപ്പപ്പ് ലൈൻ കാറ്റ്. അരെ ബൈ, കീപാഡ് ഫോണിന്റെ ബാറ്ററി ഉണ്ടോ? എന്നോട് ചോദിക്കണം എന്തിന്? ഈ ഏരിയയിൽ നമ്മുടെ കയ്യിലല്ലേ ഉള്ളൂ കീപാഡ്. എടാ എന്നാലും ശരിയാണല്ലേ, ആ ബംഗാളിക്ക് ഇവന് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കീപാഡ് ഫോണ്. അളിയോ, മഴ തീർന്നപ്പോ എന്ത് സുന്ദരമല്ലേ പ്രകൃതി. വിഷയമായിട്ട് നോക്കടാ, വിഷയമായിട്ട് നോക്ക്. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഫോൺ വാങ്ങും, ഇല്ലെങ്കിൽ എന്റെ പേര് നിന്റെ അച്ഛൻ നിന്റെ പട്ടി കിട്ടും. എന്താ മോനെ കരയണേ? ബർഗർ ചേട്ടാ, എന്റെ ബർഗർ തിന്നാൻ പോലും പൈസ ഇല്ല, ഫോണ് പോലും ഇല്ല. നിനക്ക് വീടുണ്ടോ? എനിക്കതുപോലും ഇല്ല, പക്ഷെ പണമുണ്ട്. കണ്ടാ, ഇത് കാണേ. ഇതെങ്ങനാ? പിച്ചെടുത്ത് പൈസ ഉണ്ടതിനേക്കാളും ചാവണല്ലേ ഏട്ടാ നല്ലത്. നിനക്കിപ്പ എന്താ വേണ്ടേ? അല്ലല്ലോ, ഫോണ് വാങ്ങാൻ കുറച്ച് പൈസ വേണം. അത്രേ ഉള്ളുവാ? എന്നെ പോലെ വഴിവെട്ടി വേടാ. എനിക്കും വെട്ടണം വഴി. ഞാൻ പറഞ്ഞു തരാം വഴി, പക്ഷേ 50-50 ആയിരിക്കണം. നിന്റെ ഒരു കിഡ്നി അങ്ങ് വിറ്റാ പോരെ. കിഡ്നിയാ? അതൊന്നും പറ്റൂല. എന്നാ നിന്റെ വേണ്ട. പുല്ലുക്കളവ് തന്ന സിപ്പപ്പ്. പേടിക്കണ്ട, ഞാൻ നീയാണ്, നീ ഞാനാണ്. ഞാൻ നിന്റെ ഫ്യൂച്ചർ വന്നയാ. എന്നാ എനിക്കറിയാന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ആ ബെഡ് എടുത്ത് വെക്കുക, സിഗരറ്റ് കാണാം. നിന്റെ ഫോണിന്റെ പാസ്വേഡ് 2006. നിന്റെ ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് ലോലിപോപ്പ്. ഇതെങ്ങനെ? എടാ, അപ്പൊ നീ ഒറിജിനൽ ആണല്ലേ? നീ എങ്ങനെ ഇവിടെ വന്നേ? ഈ ടൈം ട്രാവൽ വാച്ച് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയ. മസ്കിന്റെ അടിച്ചു മാറ്റിയതാ. എല്ലാം ഞാൻ പറയാം, നീ ആദ്യം കുറച്ച് വെള്ളം താ. നിനക്കിപ്പ 30, എനിക്കിപ്പ 16. എടാ, +2 ഞാൻ എത്ര മാർക്ക് നീ ജയിക്കും? 100% പൊട്ടും. അതും പോയി. ബൈ ദ ബൈ, നിനക്കെന്താണ് ജോലി? ജോലി ഇല്ലടാ മുന്നേ. നിന്റെ ഈ ഉഴപ്പ് കാരണം ഞാൻ ഈ നിലയിലെത്തിയത്. ഇപ്പൊ ഞാൻ വെറും കുടിയനാണ്ട കുടിയൻ. എല്ലാവർക്കും ഒരു കഴിവ് കിട്ടോടാ, ഞാൻ മാക്സിമം ട്രൈ ചെയ്തില്ലേ? എടാ, ഇനിയെങ്കിലും അത് പഠിക്കാൻ നോക്കടാ, കുറച്ചെങ്കിലും പഠിക്കടാ. അതൊക്കെ പോട്ട്. എടാ, നിനക്ക് പൈസ ഒക്കെ എങ്ങനെ? കല്യാണമൊക്കെ? കല്യാണല്ലേ? ഓ, ഞാൻ ഇവിടെ എന്തിനാ വന്നേന്ന് ഇതുവരെ ചോദിച്ചാടാ? എന്തിനാ വന്നേ? ഒരു 10 മണിയാകുമ്പോൾ നിന്റെ ഫ്രണ്ട് വിളിക്കും. അവൻ ഒരു സ്ഥലം വരെ വരാൻ പറയും. നീ ഒരിക്കലും പോവല്ലേ. അതെന്ത്? ഇത് കണ്ട, നിന്റെ ഫ്രണ്ട് എന്റെ കിഡ്നി എടുത്തോണ്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിന്റെ വേണ്ട, നിന്റെ ഫ്രണ്ടിന്റെ കിഡ്നി മതി. ചേട്ടാ, നിങ്ങളൊന്ന് പോയ അങ്ങോട്ട്. മോനെ, കോടികളാണ് കോടികൾ കേട്ടാ. ചിന്തിച്ച് തീരുമാനിച്ചാൽ മതി. നിനക്കും ഒന്നും പറ്റൂല, അവനൊന്നും പറ്റൂല, ആരും അറിയാനും പോണില്ല.
എനിക്ക് കിട്ടാൻ പോകുന്നത് കോടികൾ. അപ്പോ സ്റ്റിച്ച് കാണൂലേ കിഡ്നി എടുത്തതിന്റെ ഒക്കെ? അത് അവനെ അറിയാതെ തള്ളിയിട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റിച്ച് ഇട്ടെന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പൊ കോള് വരും. ഏത് ഫ്രണ്ട് ഞാൻ നീ പറയണേ? നീ തന്നെ കണ്ടോ? അളിയ 19 രൂപ റീചാർജ് ചെയ്യേ. ജിമ്മനാണ് ഇവനൊന്നല്ല, അടുത്തത്. കിട്ടാൻ പോകുന്നത് കോടികളാണ്. എന്തായാലും എനിക്കും അവനും കുഴപ്പമൊന്നും ഉണ്ടാവൂല. എന്തായാലും ട്രൈ ചെയ്തു നോക്കാം. തടിയനാണ്. അളിയോ, നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോയാലോ? ഫുൾ ചെലവ് എന്റെ വക. പൊന്മുടി പോവാം. അത് ആടാ, ഞാൻ വരാം. നീ പോവാൻ പോവാണോ? നിനക്കെന്നെ വിശ്വാസമില്ലേ? കൂടെ നിന്ന് ചതിച്ചവനാണ്ടാവൻ. എനിക്കറിയണം ഒരു ഫോണിന് വേണ്ടി സ്വന്തം സുഹൃത്തിനെ വരെ ഇങ്ങനെ ചെയ്യുമെന്ന്. എന്തായാലും ഞാൻ പോവാൻ പോണു. അല്ല, നീ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് പോലീസിനെ അറിയിക്കാത്ത? 2 വർഷം മുന്നേ ഞാൻ കുടിയനായോണ്ട് കടുത്ത വയറുവേന കാരണം ചെക്ക് ചെയ്യാൻ പോയി. അപ്പോഴാണ് അറിഞ്ഞ് ഒരു കിഡ്നിയേ ഉള്ളൂ എന്ന്. അല്ല, അവൻ തന്നെയാണെന്ന് എങ്ങനെ മനസ്സിലായി? ഡോക്ടർ പറഞ്ഞ് വയറിന്റെ അവിടെ ഓൾറെഡി സ്റ്റിച്ച് മാർക്കുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ ഇതിന്റെ സഹായത്തോടെ ഞാൻ കണ്ടുപിടിച്ച്. എനിക്ക് പോകാൻ ടൈമായി. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയുന്നു, നീ ഒരിക്കലും അവൻ്റെ കൂടെ പോവല്ലേ. അളിയാ, നീ റെഡി ആയല്ലോ അല്ലേ? ആടാ, നമുക്കിനി നേരിട്ട് കാണാം. ചിരിച്ചോണ്ടിരിക്കണോ അത്? അളിയ, ഇപ്പൊ കാറ് വരും, അതിൽ നമുക്ക് പോവാം കേട്ടോ. എന്ത് സിമ്പിളായിട്ട് എന്നെ കൊല്ലം കൊണ്ടുപോകണം നമുക്ക്. ആരുടെ ഇത്? അതൊക്കെ പറയാം, നീ ആദ്യം ഈ ജ്യൂസ് കുടി. അവൻ എനിക്കന്ന് ഒരു ജ്യൂസ് തന്നു. അത് വെച്ചാണ് അവൻ എന്നെ മയക്കിയത്. അങ്ങോട്ട് നോക്കടാ, 2 പൈന പെട്ടെന്ന് നോക്ക്. എന്നടാ കുടിച്ച്. ഗുഡ് ബോയ്. ചേട്ടാ, ഡീലിങ്സിന്റെ കാര്യമൊക്കെ സെറ്റാണല്ലോ. എടാ, നീ ആ ഡോക്ടറിന് കത്രിക എടുത്തു കൊടുത്ത. ഇതാണ് പിടികിട്ട പുള്ളി സൈമൺ. ഇതെങ്ങനെയാണ് എണീറ്റത്? എന്നാലും നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? നമ്മള് ചങ്കായിരുന്നില്ലേ? അളിയ, നീ തെറ്റിദ്ധരിച്ച്. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചതി, അത് പൊറുക്കാൻ പറ്റൂല. ഇവനല്ല അറിഞ്ഞ സ്ഥിതിക്ക് കൊല്ലണല്ലേ നല്ലത്. ചേട്ടാ, കിഡ്നി മാത്രമൊന്നല്ലേ പറഞ്ഞ? സാറ് കുറച്ച് മുന്നേ വരാന്ന് പറഞ്ഞല്ലേ. 3 വണ്ടി കയറ. ഞാനും കുടുങ്ങി. ഇനി ജയിലിലാവോ? എന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്നും വേണ്ടായിരുന്നു. സാറേ, ആ 3 പേരും ഇല്ല. അവൻ എന്റെ ഫ്രണ്ടാ. എന്നെയും അവനെയാണ് കിഡ്നാപ്പ് ചെയ്ത്. സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ കിഡ്നാപ്പ് ചെയ്തതാണ്.
അളിയോ ഇതൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇനി നീ എൻ്റെ മുന്നിൽ വരല്ലേ.